ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ആ കാറിൽ വന്നിറങ്ങിയത് മറ്റാരുമല്ലായിരുന്നു, റഷ്യയുടെ അച്ഛനായ ലളിത് ഗുജ്റാൾ ആയിരുന്നു അത്. എടച്ചക്ക, എവിടെയുടെ അവൾ? പ്രത എവിടെ? വല്ലിച്ച ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടേക്ക് റഷ്യയേട്ടൻ വന്നു. പ്രത അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. വിഹാൻ നടന്ന കാര്യങ്ങൾ ലളിതിനോട് പറഞ്ഞു. എടാ, നീ എല്ലാം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എല്ലാം കൊണ്ടിട്ട് ഉടച്ചില്ലേ? ഞാൻ ഒരുപാട് മോഹിച്ചതാ അവളെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? വല്ലിച്ച, ഒരു കാര്യം ബാക്കിയുണ്ട്. എന്താ? പറഞ്ഞു തുലയ്ക്ക്. അല്ല, ആ പ്രത ഇതെല്ലാം ഋഷിയേട്ടനോട് പറഞ്ഞാലോ? നമ്മളുടെ പ്ലാനെല്ലാം അതോടെ പൊളിയും. ഏയ്, നീ പേടിക്കണ്ട. ഋഷി അവളെ കണ്ടു എന്നല്ലേ നീ പറഞ്ഞത്? അതെ, കണ്ടു. എങ്കിൽ പേടിക്കണ്ട. അവളെ സ്വന്തമാക്കാൻ വന്ന നിന്റെ ആ ബോസ്, അത് ഋഷിയാണെന്ന് അവൾ കരുതിക്കോളും. അത് ശരിയാ, ബോസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാ ഋഷിയേട്ടൻ വന്നത്. എങ്കിലിനി കാര്യങ്ങൾ എളുപ്പമായി. ഞാനാണ് നിന്റെ ആ ബോസ് എന്ന് മാനം നഷ്ടപ്പെട്ടതിന് ശേഷമേ ഇന്നുവരെ എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിട്ടുള്ളൂ. നീ എന്റെ അനുജന്റെ മകൻ തന്നെയാ. പക്ഷെ നിന്റെ ആവശ്യത്തിനൊക്കെ ഞാൻ പണം തരുന്നില്ലേ? അപ്പൊ നീ ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ എനിക്ക് കാഴ്ചവെക്കണം. എന്താ വിഹാൻ? അതിനാരാ വല്ലിച്ച എതിര് പറഞ്ഞത്? വല്യച്ഛന് മാത്രമല്ലല്ലോ ഇതുകൊണ്ട് പ്രയോജനം. വല്യച്ഛൻ ഉപയോഗിച്ച പെണ്ണുങ്ങളെ ഞാനും ഉപയോഗിക്കാറും മറച്ചു വിൽക്കാറും ഉണ്ടല്ലോ. എല്ലാം കൊണ്ടും എനിക്ക് ലാഭം തന്നെയാണ്. വല്യച്ഛൻ ഏത് പെണ്ണിനെ ആഗ്രഹിച്ചാലും അവളെ ഞാൻ വല്യച്ഛന്റെ കാൽ കീഴിലെ അടിമയായി എത്തിച്ചിരിക്കും. ഈ പ്രത ഇന്ന് രക്ഷപ്പെട്ടു, പക്ഷെ എത്ര നാൾ അവളിങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അവള് വല്യച്ഛനുള്ളതാ. ഇത് ഈ വിഹാന്റെ വാക്കാ. ശേഷം അവരിരുവരും പൊട്ടിച്ചിരിക്കുന്നു. ഇതേ സമയം ഗുജറാൾ ഹൗസിലേക്ക് തിരികെ എത്തിയ പ്രത, അല്ലെങ്കിലും ഈ പണക്കാരുടെ വീട്ടിലെ പയ്യന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ. അല്പനേരത്തെ വിനോദത്തിന് വേണ്ടി സ്ത്രീകളെ തന്നെ നശിപ്പിക്കാൻ നടക്കുന്ന പെണ്ണുപിടിയന്മാരുടെ ഒരു കൂട്ടമാണ് ഈ ഗുജറാൾ വീട്ടിലെ ആണുങ്ങൾ. ഇന്നലെ എന്താ ഒരു അഭിനയമായിരുന്നു! നല്ല പിള്ള ചമഞ്ഞ് അനിയൻ മരിച്ചതിലെ വിഷമമൊക്കെ കണ്ടാൽ എന്തോരു പാവം. എന്നാൽ ഇന്നല്ലേ ആ ഋഷിയുടെ വിശ്വരൂപം എനിക്ക് മനസ്സിലായത്. ആ വിഹാന്റെ ബോസ് മറ്റാരുമായിരുന്നില്ല, ഋഷഭ് തന്നെയാണ്. അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇങ്ങനത്തെ ഒരാളെയാണല്ലോ ഞാൻ ഇന്നലെ ആശ്വസിപ്പിക്കാനായി പോയത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് അവൻ ചോദിച്ചത് എന്തിനാണെന്ന്. അവന്റെ ഉദ്ദേശം എന്റെ ശരീരമായിരുന്നു. ഈ വിവരം എത്രയും പെട്ടെന്ന് ഞാൻ ദീപികയോട് പറഞ്ഞേ മതിയാകൂ. കുറച്ചു സമയം കഴിഞ്ഞ് ഋഷഭ് ഓഫീസിൽ നിന്നും വന്നു. വന്നപാടെ ഋഷി മുകളിലത്തെ നിലയിലേക്ക് മെഹക്കിന് ചായയുമായി പോകുന്ന പ്രതയെ കണ്ടു. ഏയ് പ്രത! പ്രത എന്ന് ഞെട്ടി. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? വീണ്ടും കള്ളങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എന്നെ പൊട്ടിയാക്കാനായിരിക്കും. എന്തായാലും പേടിച്ചോടാൻ ഞാനില്ല. ഞാൻ പേടിച്ചാൽ ഇനിയുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ഗാഥയുടെ അവസ്ഥയാകും ഉണ്ടാവുക. പേടിച്ച് പതറാൻ പോകുന്നില്ലടാ ഞാൻ. നിന്റെ പൊയ്മുഖത്തിന് പിന്നിലെ ക്രൂരനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രത ഓരോന്ന് ആലോചിച്ച് നിൽക്കവേ ഋഷി അവളോട് ചോദിച്ചു. ഹലോ പ്രത, താനെന്താ ആലോചിക്കുന്നേ? ദേഷ്യത്തിൽ നിന്ന പ്രത ഋഷിയോട് ഒരല്പം ഗാംഭീര്യത്തോടെ പറഞ്ഞു. എന്താ, എനിക്ക് ആലോചിക്കാൻ പാടില്ലേ? ഏയ്, തനിക്ക് എന്തു പറ്റി? ഓ, മനസ്സിലായി. താൻ ആ കാര്യമായിട്ട് നടക്കുവാണോ? താൻ എന്റെ റൂമിലേക്കൊന്ന് വന്നേ. തനിക്ക് നേട്ടമുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ് ഋഷി റൂമിലേക്ക് പോയി. ഋഷി പോയതിനു ശേഷം പ്രത ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ഞാൻ ഇവന്റെ റൂമിൽ പോയാൽ ഇവൻ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുവോ? എന്തായാലും ഞാൻ നേരിടും. ഇവൻ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ ഇവനെ ഞാൻ വെട്ടിയരിയും. പ്രത ധൈര്യം സംഭരിച്ച് ഋഷിയുടെ റൂമിലേക്ക് പോയി. എന്തിനാ വിളിച്ചത്? തനിക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാനാ, മിസ് പ്രത ശർമ്മ. എന്താണാവോ എനിക്ക് ഗുണമുള്ള ആ കാര്യം? എടോ, താൻ പണത്തിന്റെ കാര്യം ആലോചിച്ച് പേടിക്കണ്ട. വിഹാൻ എന്നോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം. താൻ എന്തിനാ ഇങ്ങനെ ഒളിച്ചു മാറുന്നേ? ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ സാറിന്റെ തീരുമാനം? നിന്റെ അവസ്ഥ കണ്ടിട്ട് നിനക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഓഹോ, ആ കേൾക്കട്ടെ. തനിക്ക് ഗുണമുള്ള കാര്യമാണെന്ന് എനിക്കും തോന്നി. താൻ വിഹാൻ പറയുന്ന ജോലികളൊക്കെ അങ്ങ് ചെയ്തേക്കണം. തനിക്കതിനുള്ള പ്രതിഫലം ഞാൻ തരും. തന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തന്റെ നിഷ്കളങ്കത.
ഋഷി പറഞ്ഞത് നല്ല അർത്ഥത്തിലാണെങ്കിലും നേരത്തെ പ്രതയ്ക്കുണ്ടായ അനുഭവങ്ങളെ കൂട്ടിയോജിപ്പിച്ച് നോക്കിയപ്പോൾ അവൾക്ക് ഋഷി തന്റെ ശരീരത്തിന് വില പറയും പോലെ തോന്നി. ഹേ മിസ്റ്റർ ഋഷഭ് ഗുജ്റാൾ, നിങ്ങൾ പണക്കാർക്കൊരു വിചാരമുണ്ട്, എല്ലാം നിങ്ങളുടെ ഉള്ളം കയ്യിലാണെന്ന്. ഒരിക്കലുമല്ല. പലതും പലരും സഹിക്കുന്നത് കാരണമാ നിങ്ങൾ ഇന്ന് ഇത്രയും പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നത്. പാവപ്പെട്ടവർക്ക് പണത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്ന് കരുതി അവരുടെ ബലഹീനത കണ്ടെത്തി മറ്റു പലതും അവരിൽ നിന്ന് മോഹിച്ച് വില പറയരുത്. നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ ജോലി നൽകിയ ആളാ, ശരി തന്നെയാ. പക്ഷെ ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലാൽ ഇങ്ങനെ എന്നോട് സംസാരിച്ചാൽ ഈ പ്രതയുടെ യഥാർത്ഥ രൂപം ഋഷഭ് സർ കാണും. ഇത്രയും പറഞ്ഞ് പ്രത കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഋഷി അങ്ങനെ തന്നെ നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രത അവളെന്താ ഇങ്ങനെ പെരുമാറിയത്? അവളിനി ഒരു അഹങ്കാരിയായിരിക്കുമോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ അവളോട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ അവൾക്ക് വിഷമമായി കാണും. ജോലി ചെയ്യുന്നതിനുള്ള കൂലി മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. അതായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ കയർത്ത് സംസാരിച്ചത്. ഷേ, ഞാൻ അവളോട് സോറി പറയണമല്ലോ. ഇപ്പോൾ വേണ്ട, എന്തായാലും കുറച്ച് കഴിയട്ടെ. ഇതേ സമയം പ്രത സ്വയം ഓർത്തു. അയാളുടെ തനിമുഖം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു നാണവുമില്ലാതെ എന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് വില പറഞ്ഞിരിക്കുന്നു. ഇയാൾ ഇത്രയും മോശപ്പെട്ട ഒരുത്തനായിരുന്നു. നേരിൽ കണ്ടതെല്ലാം കള്ളമാണെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോൾ വ്യക്തമായി, ഇവനും ഖാദിയും നശിപ്പിച്ചതിന് പിന്നിൽ പങ്കുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദീപികയോട് പറയണ്ടെന്ന് കരുതിയ ഞാൻ ഇന്ന് നടന്ന സംഭവങ്ങൾ അവളോട് പറയാതിരുന്നത്. എന്നാൽ ഇനി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേ പറ്റൂ. അവൾക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. നടന്ന സംഭവങ്ങൾ പ്രത മെഹക്കിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട മെഹക്കിന്റെ മുഖത്ത് ഞെട്ടലൊന്നുമില്ലായിരുന്നു. പ്രത, ഇതല്ല, ഇതിനപ്പുറം പ്രതീക്ഷിച്ചതാ ഞാൻ. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട ആൾക്കാരാണ് ഈ വീട്ടിലുള്ളത്. ഞാൻ നിന്നോട് പറഞ്ഞത് ഇപ്പോൾ നിനക്ക് പൂർണ്ണ വിശ്വാസമായില്ലേ? അതേ ദീപിക, ഇവന്മാരുടെ എല്ലാം തലവൻ ഈ ഋഷി തന്നെ ആയിരിക്കും. പ്രത, ഇനി ഞാൻ ലക്ഷ്യത്തിനായി കാത്തു നിൽക്കുന്നില്ല. നിന്നോട് പോലും അവൻ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയല്ലേ? ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇന്ന് ഞാൻ അവന്റെ കഥ കഴിക്കും. ഇന്ന് നിന്റെ മരണമാണ്. കോപത്താൽ നിന്ന മെഹക് അവളുടെ മത്സ്യകന്യക രൂപം സ്വീകരിച്ചു. വേണ്ട ദീപിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദീപിക വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് വന്നു. എന്താ പ്രത നീ ഈ പറയുന്നത്? ഞാൻ കൂടി അറിഞ്ഞുകൊണ്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ഒരിക്കലും സഹിക്കാനാകില്ല. അവനെ ഇന്ന് തന്നെ കൊലപ്പെടുത്തണം. ഇനി ഒരു പെൺകുട്ടികളോട് മോശമായി പെരുമാറാനും വില പറയാനും അവൻ ജീവിച്ചിരുന്നൂടാ. ദീപിക, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ദീപിക. പ്രത ശബ്ദമുയർത്തിയപ്പോൾ ദീപികയൊന്ന് അടങ്ങി. ദീപിക, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ഈ ദേഷ്യമാണ് നീ ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഇന്ന് നീ ഋഷിയെ കൊന്നാൽ പിന്നെ നീ എങ്ങനെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കും? അവന്റെ ഭാര്യയായി ഈ വീട്ടിൽ പ്രവേശിച്ചതിന് ശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ടി അവനോട് നീ പകരം ചോദിക്കാൻ പോയാൽ എല്ലാം ഇതോടെ തീരും. നീ ഒന്ന് അടങ്ങ് ദീപിക. ദീപിക. പ്രത, നീ പറഞ്ഞത് ശരി തന്നെയാ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ വീട്ടിലെ കൊലപാതകികളോട് എനിക്ക് എളുപ്പത്തിൽ പക വീട്ടാൻ കഴിയും. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് ദീപിക. സമാധാനമായി ഇരിക്കേ. അല്പനേരം കഴിഞ്ഞ് പ്രത തന്റെ റൂമിലേക്ക് പോകവേ ഋഷി അവളുടെ മുൻപിൽ വന്നു. ഇനി എന്താ ബാക്കിയുള്ളത്? പ്രത ഒരല്പം ഗൗരവത്തോടെ ചോദിച്ചു. പ്രത, താൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ തന്നോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാളായി ഞാൻ തന്നെ കണക്കാക്കിയതല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ തനിക്ക് അത്രയും വിഷമമാകുമെന്ന് ഞാൻ കരുതിയില്ല. തനിക്കറിയോ, പെൺകുട്ടികളോട് എനിക്കൊരിക്കലും മോശമായി പെരുമാറാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത്. താൻ എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കേട്ടുനിന്ന പ്രത മനസ്സിൽ ചിന്തിക്കുന്നു. ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ടാണോ? അല്പനേരം മുമ്പ് വിശ്വരൂപം എന്റെ മുന്നിൽ കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാപ്പ് പറയുന്നു. എന്തായാലും ഒന്ന് അഭിനയിച്ച് തന്നെ പറഞ്ഞു വിടാം. അതാ എനിക്ക് നല്ലത്. പ്രത, താനെന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല സാർ. ഞാനും അന്നേരം പറഞ്ഞതൊക്കെ പറയാൻ പാടില്ലാത്തതാണ്. ഒരു വേലക്കാരി ഒരിക്കലും അവരുടെ ബോസിനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. സാർ എന്നോടല്ല, ഞാൻ സാറിനോടാണ് ക്ഷമ പറയേണ്ടത്. സോറി സാർ. കാര്യം വഷളാക്കുന്നതിലും നല്ലത് ഈ മാപ്പ് പറച്ചിലാണെന്ന് കരുതിയാണ് പ്രത അങ്ങനെ ചെയ്തത്. ശരി. പക്ഷേ എന്നിരുന്നാലും ഋഷിയുടെ വാക്കുകൾ പ്രതയെ ആകെ അമ്പരപ്പിച്ചിരുന്നു. ഒരു നേരം നല്ലവൻ, പിന്നൊരു നേരം സ്ത്രീകൾക്ക് വില പറയുന്നവൻ, ഇപ്പോഴിതാ വീണ്ടും നല്ലവൻ. ഇതെന്താ ഈശ്വര ഇങ്ങനെ? പ്രത, താനെന്താ ചിന്തിക്കുന്നേ? ഏയ്,
ഞാൻ ചിന്തിക്കുമായിരുന്നു, ദീപിക മാഡത്തെ പോലെ ഒരാൾക്ക് സാറിനെ വിവാഹം കഴിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അത്രയ്ക്കും നല്ല മനസ്സിന് ഉടമയാണല്ലോ സാർ. ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. പ്രദ വിഷയം മാറ്റാനെന്നോണം ഒരു ചോദ്യം കൂടി ഋഷിയോട് ആരാഞ്ഞു. അല്ല സാർ, ഞാൻ സാറിനോട് മറ്റൊന്നു കൂടി ചോദിച്ചോട്ടെ? താൻ ചോദിക്കടോ. ഞാനും താനുമായുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ? നമ്മൾ വീണ്ടും കൂട്ടുകാരായില്ലേ? താൻ ചോദിക്ക്. അത് സാർ വേറൊന്നും വിചാരിക്കരുത്. ഇത്രയും ദിവസമായിട്ടും ദീപിക മാഡം എന്നെ ശകാരിച്ചിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞിടത്തോളം ദീപിക മാഡം വളരെ ചൂടത്തിയാണ്. അങ്ങനെ ഒരു ചൂടത്തിയെ സാർ എന്തുകൊണ്ടാ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത്? സാറിനെ പോലൊരു ആക്റ്റീവ് മൈൻഡുള്ള ഒരാൾക്ക് ഒരിക്കലും ദീപിക മാഡത്തിന്റെ ക്യാരക്ടറിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. സാറിന് ഇഷ്ടമായില്ലെങ്കിൽ ഈ ചോദ്യം അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. ഋഷിയുടെ മുഖത്തെ പുഞ്ചിരി ഒന്ന് മങ്ങി. ഏയ് അല്ല പ്രദ, ഈ ചോദ്യം എന്നോട് പലരും പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിന് ഇന്നുവരെ ആർക്കും മറുപടി കൊടുത്തിട്ടില്ല. എന്നാൽ തനിക്ക് മുന്നിൽ ആ സത്യം പറയണമെന്നുണ്ടെനിക്ക്. എന്താ ആ സത്യം? അത് ദീപികയെ എനിക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഇഷ്ടമല്ല എന്ന സത്യം.